ക്രീം ഷെയ്ഡ്സ് എപ്പോഴും നമുക്കൊരു ക്ലാസി ലുക്ക് തരുന്നൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നമുക്കത് പല രീതിയിൽ നമുക്കതിനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് ക്രീം ഷെയ്ഡിൻ്റെ ഏറ്റവും നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കിപ്പോൾ സെമി സിൽക്കിൽ ഒരു ഫ്ലോറൽ ഡിസൈൻസോടുകൂടി പ്രിൻ്റഡ് ആയിട്ട് സ്ക്രീൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെമി സിൽക്കിൽ ഒരു ഹാഫ് കോളർ പാറ്റേണോടുകൂടിയാണ് ഹാഫ് കോളറല്ല ഫാളിങ് ലെയിൻ കോളറായിട്ടുള്ള ഒരു ലുക്കിൽ വന്നേക്കാണ്. ആൻഡ് വിത്ത് കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന സെമി സിൽക്ക് കുർത്തയാണ് കേട്ടോ. നല്ല ലോങ്, അത്യാവശ്യം നല്ല ലോങ് ആയിട്ടും സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലുമാണ് വരുന്നത്. ആൻഡ് ഒരു ലൂപ്പ് ലേസ് കൊടുത്തിട്ട് കോട്ടൻ്റെ തന്നെ ഒരു ലേസ്, ക്രോഷ്യ ലേസാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ തന്നെ പാറ്റേൺ നമുക്ക് സെൻറ്റർ പാനലിലും ടിൽ ദി ഹെം ലൈൻ ആ ഒരു പാനൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇതിങ്ങനത്തെ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ യോക്കിൻ്റെ എൻഡിങ് വരെയാണ് യൂഷ്വലി ഈ ഒരു പാറ്റേൺ സെൻഡ് ചെയ്യാറുള്ളത്. സെൻറ്റർ പാനലായിട്ട് തന്നെ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് സ്ലീവ്സും സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പാനൽ മാത്രം വിത്തൗട്ട് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സൈസ് അവൈലബിലിറ്റി എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ആൻഡ് നമ്മളിത് സ്റ്റോഴ്സിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ദീസ് ആർ റെഡി ടു ഡിസ്പാച്ച് ആൻഡ് ദീസ് ആർ റെഡിലി അവൈലബിൾ ഇൻ ആർ സ്റ്റോഴ്സ് ഓൾസോ. ആൻഡ് ഈ ഒരു ക്രീം ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബർഗൻഡിയുടെ കൂടെ, അപ്പോൾ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് ഒരു ഷെയ്ഡ് വരുന്നത് വെച്ചാൽ ബർഗൻഡി ടോണിലാണ് അതിൻ്റെ ഒരു പ്രിൻറ്റ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ചെറിയൊരു ലൈറ്റ് പിങ്ക് വരുന്നത്, ടിൻസ് ഓഫ് ഗ്രീനും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രിൻറ്റിനകത്ത് തന്നെ 1299 റേഞ്ചിൽ വരുന്ന കുർത്താസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിന്നപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവിൻ്റെ അകത്ത് ലൈനിങ്ങിനകത്ത് വരുന്നില്ല കേട്ടോ. ബാക്കി ബോഡിക്കകത്താണ് ലൈനിങ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫ്ലെയർഡ് ആയിട്ടുള്ള ലുക്കിൽ പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെയോ നമുക്കിപ്പോൾ ലെഗിങ്സിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്യാം. ആൻഡ് ദുപ്പട്ടാസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഫുള്ളി സൽവാർ സെറ്റ് ലുക്ക് ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ദെൻ വി ഹാവ് ദിസ് ഓലിവ് ഗ്രീൻ പ്രിൻറ്റ് ഓൺ ഇറ്റ്. അതിനകത്തൊരു ടിൻസായിട്ട് മുന്നേ നമ്മൾ ഗ്രീൻ ആയിരുന്നു അതിനകത്ത് ബർഗൻഡിയുടെ ഇൻ ബിറ്റ്വീൻ കണ്ടത്. അപ്പോൾ ദിസ് വൺ ഹാവ് എൻ ഓറഞ്ച് ടോൺ ടു ഇറ്റ്. അത് നല്ല രസമുള്ള ഒരു പ്രിൻറ്റുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ആൻഡ് ദ ഫിനിഷിംഗ് ഇസ് റിയലി ഗുഡ്. ഇത് മിസ് 20 ലേബലുമായിട്ട് കൊളാബ് ചെയ്തേക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഐ തിങ്ക് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ യു നോ ദ ഫിറ്റിങ്സ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിൽ SV214 നമുക്ക് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓർ വീഡിയോയുടെ കൂടെയുള്ള ഡിസ്ക്രിപ്ഷൻ്റെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് പേജിലും പോകാം കേട്ടോ. സോ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡ് സീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രോഷ്യ ലേസ് സൈഡ് സീമിലും വരുന്നുണ്ട്, സെൻറ്റർ പാനലിലും ആയിട്ട്. സെൻറ്റർ പാനൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വൈ ഓപ്പണിംഗ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ബാക്കിൽ കവേർഡായിട്ട് ഹൈനെക്കായിട്ട് നിൽക്കും. ഫ്രണ്ടിലും നമുക്ക് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിനകത്ത് കിട്ടും. ബാക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. SV214 1299 റേഞ്ച്, റെഡി ടു ഡിസ്പാച്ച്. ക്രൗഡ് ഫേവറേറ്റ് ആയിട്ടുള്ള കാന്ത വീവിങ് സ്റ്റൈൽ ഒരു ന്യൂ ലുക്കിൽ. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ ഡിഫറൻസോടുകൂടി വന്നിരിക്കുന്ന പാറ്റേൺ ഡിഫറൻസ് ആണ് കേട്ടോ. ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു കാന്ത വീവിങ് സ്റ്റൈലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. 2 ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വരും. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഗോൾഡൻ ബേജ്. ഒരു ലൈറ്റ് ഗോൾഡൻ ബേജ് ആണ് കേട്ടോ. ഭയങ്കര ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഒരു കളറല്ല. ആൻഡ് ഇത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാരിയുമാണ് അഫോർഡബിൾ റേഞ്ചിൽ. ദിസ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ എവറി ഡേ വെയർ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് ഉള്ള യൂസസിനൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ പെയർ ഇറ്റ് വിത്ത് റിയലി ഗുഡ് ബ്ലൗസസ്, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബ്ലൗസിനകത്ത് വർക്ക് ചെയ്തെടുക്കണമെന്നെങ്കിലൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഒരു ലുക്കാണ് കേട്ടോ. കാരണം അതിനകത്ത് ആ ഒരു സിൽവറി ഫീൽ വരും. ബോഡി ഫുള്ളായിട്ട് അതിനകത്ത് ആ ഒരു പേൾ വൈറ്റ് സിൽക്കി യാൻസ് ആണ് അതിനകത്ത് ആ ഒരു വീവിങ് സ്റ്റൈലിന് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ഷിമ്മറും അല്ലെങ്കിൽ ഒരു ടസറിൻ്റെ ഒക്കെ ഉള്ള ഒരു ഫീലും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് എൻ്റെ ഒരു സർഫസ് ഫിനിഷിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഡ്രൈ ക്ലീനിങ് ഫസ്റ്റ് ഫ്യൂ റൗണ്ട്സ് എങ്കിലും നമ്മൾ അതിനകത്ത് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നാൾ നന്നായിട്ട് ആ ഒരു ലുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ആ ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേൾ ലുക്കൊക്കെ വേണമെങ്കിലും ക്യാഷ്വലാണെങ്കിലും ക്യാഷ്വലായിട്ട് ഇപ്പോൾ പേൾ ഡ്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മേ ബി തിൻ ചെയിനാണ് പേൾ ഡ്രോപ്പ്. അത് പേൾസിനകത്താണ് ഞാൻ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്. ഭയങ്കര രസമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് നമുക്ക് വീവിങ്ങിൽ എൻ്റെ പല്ലു വന്നിരിക്കുന്നത് കെസിയ വീവിങ് പാറ്റേൺ വിത്ത് മൈക്രോ സീക്വൻസ് വീവിങ്ങും കൂടെ കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ടോണാണ് അതിനകത്ത് സീക്വൻസിന് വരുന്നത്. പല്ലു നോട്ടഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് വരുന്നത് ആണ് എൻ്റെ ലുക്ക് വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണാം. സോ
സോ ദിസ് ഇസ് ദി ബ്ലൗസ്. ആൻഡ് ഈ സെയിം പാറ്റേൺ, ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലോസറിൽ കാണിക്കാം. അതിൻ്റെ ഡിസൈനിൻ്റെ ഡീറ്റെയിൽ ചെറിയൊരു മോട്ടീവ് വ്യത്യാസം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ഡിസൈൻ പോലെ ഒരു ലുക്ക് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തും ഒരു ഡയമണ്ട് പാറ്റേൺ ആൻഡ് ഇത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് പോയേക്കുന്നത്. NHH 207 ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്, പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് NHH 208. രണ്ട് ഡിഫറെൻറ്റ് കോഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്ലീറ്റ്സ് വരുന്നത് ഈ ഒരു ലുക്കാണ് കേട്ടോ, എളുപ്പം പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഭയങ്കര സ്റ്റിഫർ ഫീലിൽ ഫിനിഷ് ചെയ്തേക്കുന്നതല്ല, ഇതൊരു മീഡിയം സ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അത് കൊടുത്തേക്കുന്നത്. ഡ്രൈ ക്ലീൻ ചെയ്യാൻ നേരത്തെ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ലെവൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ആ ഒരു ഇതിന് നമുക്ക് ചെയ്ത് തരും കേട്ടോ. സ്റ്റാർച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഉടുത്തെടുത്തിരിക്കണം എന്നുള്ള ലുക്കാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് നമുക്ക് ബൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം റെഡി ടു വെയറും ആക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ട് പറ്റും. NHH 207 and 208. പാർട്ടി വെയർ ലുക്ക് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ 899 and 1099 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് കുർത്താസ് ആണ് കേട്ടോ. ജോർജറ്റിൽ വന്നേക്കാണ്. അപ്പോൾ ജോർജറ്റ് ഇറ്റ് സെൽഫ് മേക്സ് ഇറ്റ് റിയലി ആ ഒരു പാർട്ടി വെയറിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നെക്കിലും സ്ലീവ്സിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു 1099 റേഞ്ചിൽ വരുന്നതാണ്. ബിക്കോസ് യോക്കിൽ ഫുള്ളായിട്ട് ഹൈലൈറ്റും വരുന്നുണ്ട്, സ്ലീവ്സിൽ വർക്ക് വരുന്നുണ്ട്, നെക്കിൽ നമുക്ക് ജെർദോസിയും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിൽ വരുന്നത്. അപ്പോൾ ഓബിയസ്ലി അപ്പം നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി ഒരു റേഞ്ച് വരും. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്. ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്രൗൺ, ലൈറ്റ് പിങ്ക്, ഗ്രേ, ബ്ലാക്ക്, ഒരു ചിക്കു ഷെയ്ഡ്, ആൻഡ് ദെൻ അഗൈൻ അനദർ പിങ്ക് ഷെയ്ഡ്. അപ്പം വർക്കിൽ ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ 899 റേഞ്ചിൽ വന്നിരിക്കുന്നതിനകത്ത് ഇപ്പോൾ ഇത് യൂ കട്ടിങ്ങും വരുന്നുണ്ട്, പാനൽഡ് ആയിട്ടുള്ള ലോ പോർഷനും, അപ്പം വിതൗട്ട് സ്ലിറ്റ് വരുന്നതാണ്. അപ്പം ലെഗിങ്സിൻ്റെ കൂടെയോ വിതൗട്ട് ലെഗിങ്സ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. വി ഹാവ് ദിസ് മിറർ വർക്ക് സ്കാറ്റർ സ്ലീവ്സ് ആൻഡ് അതിനകത്ത് സ്ലീവിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഷുഗർ ബീഡ്സും മിറർ വർക്കും കട്ട് ബീഡ്സും മിറർ വർക്കും ചെയ്തിട്ടുള്ള നെക്ക് ലൈനാണ്. പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ട് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്, അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. സെയിം വർക്ക് ഡീറ്റെയിൽ ആട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ വേരിയേഷൻ ആണ് ഈ പിങ്ക് ഷെയ്ഡ്, ഗ്രേ, ബ്ലാക്ക് ആൻഡ് ചിക്കു ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് നെക്സ്റ്റ് ടു ലുക്സ്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലാക്ക് ആൻഡ് ചിക്കു. സെയിം ഡീറ്റെയിൽ ആയതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് ഞാൻ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വരാത്ത കേട്ടോ. ബാക്കി എല്ലാ വർക്ക് ഡീറ്റെയിലും ഒക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഇതിനകത്ത് ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. പിങ്ക് ഷെയ്ഡിൻ്റെ അകത്ത്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ. പക്ഷെ ഇതിനകത്ത് ജെർദോസി വരുന്നില്ല. എൻ്റെ വർക്ക് ലുക്ക് സെയിം ആണെങ്കിലും ത്രെഡ് വർക്കും കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ സ്കാറ്റർ ഓൾ ഓവർ ദ യോക്ക് പാറ്റേൺ. സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ സെയിം വർക്ക് ഡീറ്റെയിൽ കൊടുത്തേക്കാണ്. നെക്കിൻ്റെ അതേ പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതും 1099 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ രണ്ട് കംഫർട്ടബിൾ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. വി ഹാവ് ദിസ് ഇൻ സ്റ്റോക്ക് ആൻഡ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് വി ഹാവ് ഇറ്റ്. റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഇതിൻ്റെ ലുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ട്രൈ ചെയ്തിട്ടൊക്കെ ഏതാണ് നമുക്ക് കംഫർട്ടബിൾ എന്നുള്ളത് നോക്കിയൊക്കെ വാങ്ങിക്കാനും പറ്റും കേട്ടോ. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കുർത്താസ് ഇൻ ജോർജറ്റ് ഫോർ പാർട്ടി വെയർ ലുക്സ്.